വീഡിയോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, സീസ് ഫയർ ഡീൽ അവസാനിക്കും എന്നാണ് ഒരു ഏകദേശം കൺഫേം ആയിട്ടുള്ള ഒരു വാർത്തയാണിത്. അതായത് ഒരു 80% ഇങ്ങനെ തന്നെയാണ്. അതായത് മാർച്ച് 1 തീയതി ഇസ്രായേൽ IDF വീണ്ടും ഗാസയ്ക്കുള്ളിൽ ഇറങ്ങും. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷൻസ്. അപ്പം ഇതിനെ സൂചിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട് നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരിയിൽ തന്നെ, ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ഈ ഒരു സെക്കൻഡ് ഫേസ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കേണ്ടതായിരുന്നു. അത് തന്നെ നടന്നില്ല. അതിൽ ഒരുപാട് ഡിലേ ഉണ്ടായി. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തന്നെ കൂടുതൽ ഡിലേ ഉണ്ടായി, ഹമാസിന്റെ ഭാഗത്തുണ്ടായി. അത് വേറെ വിഷയങ്ങൾ. അതിൽ ഒരുപാട് കാര്യങ്ങളും ഈ ഫസ്റ്റ് ഫേസിൽ തന്നെ പെൻഡിങ്ങിൽ കിടന്നതുകൊണ്ട്, ഡ്യൂവിൽ കിടന്നതുകൊണ്ട് തന്നെ അത് മുന്നോട്ടങ്ങ് പോയില്ല. അത് നമ്പർ 1. അടുത്തിപ്പോ തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ ഒരു സീസ് ഫയർ ഡീൽ തന്നെ സൈൻ ചെയ്ത് കൊടുത്തത് ട്രംപിന്റെ ആ ഒരു ഇനോഗ്രേഷൻ സെറമണി കുറച്ചുകൂടെ പുഷ്ടിപ്പെടുത്താനും ആ ഒരു വാക്കും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ്, ഈ ട്രംപിന്റെ വാക്കും കാര്യങ്ങളൊക്കെ കേട്ടിട്ട്, പ്രോമിസ് ഒക്കെ കേട്ടിട്ട് തന്നെയാണ് ഈ ഒരു സീസ് ഫയർ ഡീൽ ഇസ്രായേൽ ഇത്രത്തോളം ഡോമിനേറ്റ് ചെയ്ത് പവർഫുൾ ആയിട്ട് നിന്നിരുന്ന സമയത്ത് സൈൻ ചെയ്തത്. അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ തുടരെ നടന്ന സംഭവങ്ങൾ ഞാൻ പറയാം. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നെതന്യാഹു ആ ഒരു മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു IDF-ന്റെ ഒരു ടീമിനെ അഡ്രസ് ചെയ്തപ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് വേറെ ഒന്നുമില്ല, ഓപ്പറേഷൻസ് പ്ലാൻസ് ആർ റെഡി എന്നാണ് പറഞ്ഞത്. അതായത് ഈ ഓപ്പറേഷന് തയ്യാറായിരിക്കാനുള്ള ഒരു മെസ്സേജ് ആണ് കൊടുത്തത്. അത് വെറുതെ പറഞ്ഞതല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നെതന്യാഹു എപ്പോഴും വന്ന് ഇങ്ങനെ IDF-ന്റെ അടുത്ത് ഓപ്പറേഷൻസ് പ്ലാൻസ് റെഡി എന്നൊന്നും പറയത്തില്ല. ഇത് കൃത്യമായ ഒരു വാക്ക് തന്നെയാണ്. പിന്നെ ഈ ഒരു ആദ്യത്തെ സീസ് ഫയർ ഡീൽ സൈൻ ചെയ്ത സമയത്ത് തന്നെ സ്മൂട്രിച്ച്, അതായത് ഫിനാൻസ് മിനിസ്റ്റർ സ്മൂട്രിച്ച്, അതേപോലെ തന്നെ ഇത്താമർ ബെൻഗിവിർ, രണ്ടുപേർക്കും പുള്ളി വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഗാസയ്ക്കുള്ളിൽ തിരിച്ചു പോകും എന്നുള്ള വാക്കാണ് കൊടുത്തിരുന്നത്. അല്ലാതെ ഹമാസിനെ പൂർണ്ണമായിട്ടും ഒതുക്കാതെ, നശിപ്പിക്കാതെ നമ്മൾ ഒരിക്കലും IDF ട്രൂപ്പിനെ വിഡ്രോ ചെയ്യില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നെതന്യാഹു നിൽക്കുന്ന ഒരു ക്രൂസൽ സിറ്റുവേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവര് ആ ഒരു ഗവൺമെന്റിനെ ഇതുവരെ താഴെ ഇറക്കാൻ, നെതന്യാഹുവിന്റെ ഗവൺമെന്റിനെ, അതായത് ലിക്വിഡ് പാർട്ടിയെ താഴെ ഇറക്കാതെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, ഈ ഒരു വാക്കിൽ വിശ്വസിച്ചിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കില് സ്മൂട്രിച്ചും അതേപോലെ ഇത്താമർ ബെൻഗിവിറൊക്കെ അയാളുടെ പൊസിഷനിൽ നിന്ന് രാജിവെച്ചെങ്കിലും അയാൾ ആ ഒരു സർക്കാരിൽ നിന്ന് പിൻവലിച്ച് പൂർണ്ണമായിട്ട് പോയിട്ടില്ല. ആ രീതിയിൽ ഒരു ചെറിയ ബാക്കപ്പ് കൊടുത്ത് നിൽക്കുന്നത് ഈ ഒരു വിശ്വാസം കൊണ്ടാണ്. കാരണം ഇപ്പോഴും IDF ഗാസയിൽ ഉണ്ട് എന്നുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ കൊടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഗാസയിൽ നിന്നും കൃത്യമായിട്ട് ഒരു ട്രൂപ്പിനെ മൊത്തം പിൻവലിക്കേണ്ട ഒരു സാഹചര്യമാണ് രണ്ടാം ഘട്ട സീസ് ഫയർ മുന്നോട്ട് പോയാൽ ഉണ്ടാവേണ്ടത്. അപ്പൊ ഗാസയിൽ നിന്ന് ഇത് പൂർണ്ണമായിട്ടും ഇങ്ങനെ ഇവരെ പിൻവലിക്കുന്നെങ്കിൽ ഇതുപോലെ ഇസ്രായേലിന്റെ ഉള്ളില് സർക്കാർ താഴെ വീഴാൻ ആ ഒറ്റ റീസൺ മതി, വേറെ ഒന്നും വേണ്ട. കാര്യം ഈ ജനങ്ങൾ ഇപ്പം ഈ പ്രതിഷേധം കൊണ്ടുവരുന്ന ആൾക്കാരില്ലേ, അതായത് ഈ ഒരു ബന്ദികളെ വിട്ടുകിട്ടണം, അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. ആ കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, അതേപോലെ അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ, കുറെ യങ്സ്റ്റേഴ്സ് ഒക്കെ, കുറെ യങ് പോപ്പുലേഷൻ ഒക്കെ വന്നിട്ട് ഇതേപോലെ അവര് നടത്തുന്നുണ്ട്, ഈ ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട്. പക്ഷെ ആ പ്രതിഷേധം ഒരിക്കലും സർക്കാരിനെ താഴെ വലിച്ചിടാൻ പറ്റുന്ന രീതിയിലുള്ള പ്രതിഷേധമല്ല. അതൊക്കെ അടുത്ത ഇലക്ഷനിൽ ഒരു പക്ഷേ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ താഴെ ഇറക്കണം എന്നുണ്ടെങ്കിൽ അത് ഇത്താമർ ബെൻഗിവിറിനും സ്മൂട്രിച്ചിനെ കൊണ്ട് സാധിക്കും. അപ്പൊ നെതന്യാഹുവിനെ പോലെയുള്ള ഒരാൾ തീർച്ചയായിട്ടും ഈ രീതിയിലായിട്ട് ചിന്തിക്കുക. നെതന്യാഹു അല്ല, അവിടെ ഏത് ആൾക്കാർ വന്നാലും ഇതേപോലെ നെതന്യാഹുവിനെ പോലെ പെരുമാറാൻ കപ്പാസിറ്റി ഉള്ള മിലിറ്ററി ഉദ്യോഗസ്ഥർ തന്നെയാണ് അവിടെ ഭരിക്കാൻ വരുന്നത്. ഇത്ര നാൾ അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ ആര് ലീഡ് ചെയ്യാൻ വന്നാലും ഈ ഹമാസിനെതിരെയുള്ള ഒരു നിലപാട് ഒരിക്കലും മാറാൻ പോകുന്നില്ല. അത് ഓർത്തു വെച്ചോ. എന്നിട്ട് ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സെക്കൻഡ് ഫേസ് സീസ് ഫയറും പോയി സംസാരിച്ച് പിന്നെ ചായയൊക്കെ കുടിച്ച് എന്നാൽ നമുക്ക് ഞങ്ങള് പിന്നെ IDF-ന്റെ മൊത്തത്തിൽ ഗാസയിൽ നിന്ന് പിൻവലിക്കാം എന്ന് പറഞ്ഞിട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഏറ്റവും കൂടുതൽ പ്രഷർ ചെയ്യുന്നുണ്ട് ഹമാസിനെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ജീവനറ്റ ശരീരങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ശരീരങ്ങൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, അപ്പൊ അത് അവരെങ്ങനെയാണ് ഇവരെ വധിച്ചത്, അപ്പൊ അതിലെന്തെങ്കിലും ഈ ഒരു ഫോറൻസിക് ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തി അതും കൂടെ കുറച്ചുകൂടെ ഈ ഒരു ഹമാസിനെ എക്സ്പോസ് ആക്കിയിട്ട്, തീർച്ചയായിട്ടും ഹമാസ് തീവ്രവാദികൾ തന്നെയാണ്. ഇനിയൊരു October 7 നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഇതേപോലത്തെ ചില ടാക്ടിക്സ് ഒക്കെ നടപ്പിലാക്കേണ്ടി വരും. കാര്യം ഇതേപോലെ ഈ ഒരു പ്രഷർ ഒരു സൈഡിൽ നിന്ന് ബന്ദിമോചനം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും പല രീതിയിൽ നിന്ന് കിട്ടുന്ന പ്രഷറും ഏറ്റു നടക്കുന്ന ഒരു വ്യക്തിയാണ് നെതന്യാഹു. അത്ര ബ്രില്യന്റ് ആയിട്ടാണ് ഈ യുദ്ധകാലം മൊത്തം വളരെ എഫിഷ്യന്റ് ആയിട്ട് ഈ ഒരു ഇസ്രായേലിനെ റൂൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു യുദ്ധം നടത്തിയതും പല രീതിയിലുള്ള സക്സസുകൾ അച്ചീവ് ചെയ്തതും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ആക്ഷൻ പ്ലാൻ ഇതിന്റെ പുറകിൽ പുള്ളി നടത്തുന്നുണ്ട്. ആ ആക്ഷൻ പ്ലാൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ കൃത്യമായിട്ട് ഈ ഒരു ഗാസയെ ചുറ്റി എൻറ്റയർ IDF-നെ കൊണ്ട്, ഫോഴ്സിനെ കൊണ്ട് സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ്. അത് ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞാൽ മതി, ആൾക്കാർ കയറിപ്പൊക്കോളും അകത്തോട്ട്. ആ രീതിയിലാണ് ഉള്ളത്. ഗാസ എവാക്യുവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു നോട്ടീസ് കൊടുത്താൽ മതി, ഇസ്രായേൽ ആക്രമണം തുടങ്ങുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബൈ ഡീഫോൾട്ട് എവാക്യുവേഷൻ തനിയങ്ങ് നടക്കും.
അതിൽ യാതൊരു മാറ്റമില്ല. ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഈ ഒരു വെസ്റ്റ് ബാങ്കിന്റെ സൈഡിൽ നിന്ന് ആൾക്കാർ എങ്ങനെയാണ് ഇറങ്ങി പോകുന്നത് നിങ്ങൾ മനസ്സിലായല്ലോ. വളരെ സമാധാനത്തിൽ ഇറങ്ങി പോവാണ്, ഇതേപോലെ അങ്ങ് പോവും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ആ രീതിയിലാണ് ഏതാണ്ട് 10-60,000 ആൾക്കാരോളം ഈ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ഡേവിഡ് ബാർണിയ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിന് മുമ്പ് ഈ ഒരു ഹമാസുമായിട്ടുള്ള സീസ് ഫയർ ഡീൽ നെഗോസിയേഷന് വേണ്ടിയിട്ട് ഖത്തറിൽ പോയിരുന്നതും ഈജിപ്തിൽ പോയിരുന്നതും എല്ലാ സ്ഥലങ്ങളിലും പോയിരുന്നത്. ഡേവിഡ് ബാർണിയയെ ഇത്തവണ വിട്ടില്ല, ആളിനെ റീപ്ലേസ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ പഴയ രീതിയിൽ സംസാരിച്ച് ഈ ഒരു സീസ് ഫയർ ഡീൽ ഉണ്ടാക്കിയല്ലോ, ആ രീതിയിൽ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഡേവിഡ് ബാർണിയെ എടുത്ത് മാറ്റിയിരിക്കുന്നത്. ഡേവിഡ് ബാർണിയെ മാറ്റിയിട്ട് ഇപ്പൊ അവിടെ റോൺ ഡെർമർ, ഏറ്റവും വിശ്വസ്തനായ നെതന്യാഹു പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്ന റോൺ ഡെർമറിനെയാണ് ഇപ്പം നെഗോസിയേഷൻ ചെയ്യാൻ വിട്ടത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നെഗോസിയേഷൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണ്ട, പരമാവധി നമ്മളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കൂ, അവരുടെ അടുത്ത് ഏതെങ്കിലും രീതിയിൽ IDF ട്രൂപ്പ് വിഡ്രോവൽ ഇല്ലാണ്ട് അവർ ഈ ബന്ദികളെ വിട്ടുതരുന്നു, അഥവാ ഈ മൃതശരീരങ്ങളെ നമുക്ക് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന പറഞ്ഞ കൃത്യമായ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസ് ഫയർ ഡീല് മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ് 99% അങ്ങനെ തന്നെയാണ്. കാരണം ഇനിയിപ്പോ 2-3 ദിവസങ്ങൾ, തുച്ഛമായ ദിവസങ്ങളേ ഉള്ളൂ. മാർച്ച് 1-ാം തീയതി ഇത് അവസാനിക്കുകയാണ് ഈ ഒരു ഫസ്റ്റ് ഫേസ് സീസ് ഫയർ ഡീൽ. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലുപരിയായിട്ട് സ്റ്റീവ് വിറ്റ്കോഫ് ഈ ആഴ്ച വരേണ്ടതാണ്, മിഡിൽ ഈസ്റ്റിലേക്ക് വരേണ്ടതാണ്, അതേപോലെ ഖത്തർ വിസിറ്റ് ചെയ്യേണ്ടതാണ്, ഈ ഒരു സെക്കൻഡ് ഫേസ് സീസ് ഫയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതാണ്. അയാളുടെ വരവ് നിർത്തിവെച്ചിരിക്കുകയാണ്, വരവ് ഡിലേ ചെയ്തിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് വരാൻ പോകുന്നതിനുള്ള പുതിയ ഡേറ്റ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഇതെല്ലാം ഇതിന്റെ സൂചനകളാണ്, മനസ്സിലാക്കിക്കോ. അതായത് 2-3 ദിവസം കൂടി ഉള്ളൂ. ഈ 2-3 ദിവസത്തിനകത്ത് ഒന്നും തന്നെ ഒരു ചേഞ്ചസ് നടക്കാൻ പോകുന്നില്ല. അതേപോലെ റോണർ ബാർ എന്ന് പറഞ്ഞ വ്യക്തി ഷിൻബെറ്റിന്റെ സൈഡിൽ നിന്നും ഈ ഒരു നെഗോസിയേഷന് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് റോണർ ബാർ. ഈ റോണർ ബാറിനെയും ഇത്തവണ ഈ ഒരു നെഗോസിയേഷന് വിട്ടില്ല, വിട്ടില്ല. അതിന്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ സീസ് ഫയർ ഡീൽ ഫസ്റ്റ് ഫേസോടുകൂടി തീരുകയാണ്, സെക്കൻഡ് ഫേസ് ഇതിന് ഇല്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞത് ഈ ഫസ്റ്റ് ഫേസിൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം റിലീസ് ചെയ്യാൻ പറ്റുമോ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നു. കാരണം ഓപ്ഷൻ ഉള്ളത് ഹമാസിന്റെ കീഴിലാണ്. കാരണം എന്താണെന്നറിയാമോ, ഹമാസ് ഇനി പറയണം, അതായത് ഈ ഒരു സീസ് ഫയർ ഡീൽ ഇങ്ങനെ തന്നെ തുടരട്ടെ, നിങ്ങൾ ഫർദർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് നടത്തണ്ട, ഞങ്ങള് ഒരു ഡേറ്റ് വെച്ച് ഈ ഒരു ബാക്കിയുള്ള ബന്ദികളെയും ജീവനോടെയുള്ള ആൾക്കാരെയും ഇതേപോലെ ഈ ബാക്കിയുള്ള ഈ ഒരു ജീവനറ്റ ശരീരങ്ങൾ, മൃതശരീരങ്ങളെല്ലാം ഞങ്ങൾ കൈമാറാം എന്നുള്ള നിലയിൽ ഹമാസ് തന്നെ ഒരു ചാർട്ടിട്ട് കൊടുത്താൽ ഒരു രക്ഷയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേൽ മാർച്ച് 1-ാം തീയതി ഗാസയ്ക്കുള്ളിൽ ഇറങ്ങും, തലങ്ങും വിലങ്ങും ആക്രമിക്കും. ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതിനുള്ള സൂചനകളാണ് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നെതന്യാഹു ഇങ്ങനെ ചാർട്ടിട്ട് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മാർച്ച് 1-ന് വെടിക്കെട്ട് തുടങ്ങുന്നതാണ്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്കെതിരെ ചെയ്യുന്ന പണികൾ. പിന്നെ ട്രംപ് പലപ്പോഴും ചെയ്യുന്ന പരിപാടികൾ ഇന്ത്യക്ക് ചില രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ബാധിക്കുന്നുണ്ട്. അപ്പൊ അതിലിപ്പോ ട്രംപ് ചെയ്തിരിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F-16 ഫൈറ്റർ ജെറ്റ് പാകിസ്ഥാന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് പാസ്സാക്കി കൊടുത്തിരിക്കുകയാണ്. ഏതാണ്ട് $400 മില്യൺ പാസ്സാക്കി കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ US എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള ഫണ്ടും US നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ഫണ്ടുകളും ഫ്രീസ് ചെയ്ത് വെച്ച ഒരു അവസ്ഥയിൽ ഈ ഇടയ്ക്ക് ഏതാണ്ട് 5.3 ബില്യണിലുള്ള ഫണ്ട് കൊടുക്കുന്ന രീതിയിൽ ഒരു ആ സാങ്ഷൻസ് ഒക്കെ മാറ്റിക്കൊണ്ട് ഇത്രത്തോളം ഒരു എമൗണ്ട് ഉണ്ട്, 5.3 ബില്യൺ എമൗണ്ട് വരുന്ന 243ഓളം പിന്നെ ഫണ്ടുകൾക്ക് പൈസ കൊടുക്കാം എന്നുള്ള നിലയിലുള്ള ഒരു ഓർഡർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ 243 കാര്യങ്ങൾക്ക് US നിന്ന് ഫണ്ട് പോകും. അതായത് ഇപ്പൊ ഈജിപ്ത്, ഇസ്രായേൽ, ജോർദാൻ ഇങ്ങനെയൊക്കെ പോകുന്നില്ലേ, അതേപോലെ. അപ്പൊ അതുപോലെ ആ 243 പെട്ടതാണ് ഈ ഒരു പാകിസ്ഥാനിന് F-16 നന്നാക്കാൻ വേണ്ടി കൊടുക്കുന്ന പൈസ. അപ്പൊ ശരി, എന്നാൽ ഈ പൈസ എങ്ങനെയാണ് പാകിസ്ഥാൻ വരുന്നത് പറഞ്ഞാൽ, പാകിസ്ഥാൻ ഉടനെ ഈ ഒരു $400 ബില്യൺ ഇങ്ങനെ മേടിച്ചു. ഈ $400 ബില്യൺ ഇങ്ങനെ കൈകൊണ്ട് മേടിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ഒരു F-16 വേണ്ട ഈ ടെക്നീഷ്യൻസ് ഒക്കെ അവിടെ നിന്ന് വരും. അവിടെ ആ ടീം അവിടെ നിന്ന് വന്നിട്ട് ഈ ഒരു F-16 എന്താണ് പ്രശ്നങ്ങളുള്ളത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഈ എമൗണ്ടിന് ഉൾപ്പെട്ട ഒരു ബില്ല് അങ്ങ് പാസ്സാക്കി കൊടുക്കും. ആ ബില്ലിനുള്ള പൈസ അമേരിക്കയുടെ ട്രഷറിയിൽ നിന്ന് തന്നെ ഈ ഒരു പൈസ പാസ്സായി അമേരിക്കയിലുള്ള ഈ ഒരു F-16 ബന്ധപ്പെട്ട കമ്പനി, ലോക്ക്ഹീഡ് മാർട്ടിൻ ആയിരിക്കാം, അപ്പൊ അവർക്ക് തന്നെയാണ് ഈ ഫണ്ട് പോകാൻ പോകുന്നത്. ഇതാണ് ഈ കൊടുത്തിരിക്കുന്ന എയ്ഡ് കേട്ടോ. അല്ലാതെ നമ്മൾ പൈസ കൊടുക്കുന്ന പറഞ്ഞാൽ പൈസ നേരിട്ട് കൊണ്ട് പാകിസ്ഥാന് കൊടുക്കുന്നതല്ല. ഇങ്ങനെയാണ് US പരമാവധി എയ്ഡുകളൊക്കെ വർക്കാകുന്നത്. ഉക്രൈന് പൈസ കൊടുത്തപ്പോഴത്തേക്കും ഉക്രൈന്റെ ആയുധങ്ങളും കൂടെ കൊടുക്കുന്നില്ലേ, അപ്പൊ അതിന്റെ ഉള്ളിൽ ഈ ആയുധങ്ങൾക്കുള്ള പൈസ US തന്നെയാണ് റൊട്ടേറ്റ് ആകുന്നത്, US മാർക്കറ്റിൽ. അതേപോലെ ഈ F-16 നന്നാക്കുന്ന പാകിസ്ഥാൻ പാസ്സാക്കിയിരിക്കുന്ന ഒരു എയ്ഡ് US ഉള്ളിൽ തന്നെയാണ് മാക്സിമം റൊട്ടേറ്റ് ആവുക. അതിലുപരിയായിട്ട് എന്തെങ്കിലും ചെറിയ നക്കാപ്പിച്ച വല്ലതും പാകിസ്ഥാന് കിട്ടിയാലായി. അപ്പൊ ഇതില് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവം വേറെ ഒന്നുമില്ല. ഇതിനകത്ത് ഇന്ത്യയെ ബാധിക്കുന്ന വിഷയം പാകിസ്ഥാന് പൈസ കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, പാകിസ്ഥാന്റെ F-16 എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റ് കണ്ടീഷനിൽ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കക്കാർ പറയുന്ന രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കൗണ്ടർ ടെററിസം, അത് CT എന്ന് പറയും, അത് ഒന്ന്.
രണ്ടാമത് COI എന്ന് പറയും, കൗണ്ടർ ഇൻസർജൻസി. ഈ രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ ഒരു ഫൈറ്റർ ജെറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ നെയ്ബറിംഗ് കൺട്രിക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ ഒരു എഗ്രിമെന്റ് എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും F-16 ഉപയോഗിച്ചതായിട്ടാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള വിഷയങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പൊ പാകിസ്ഥാനിന് ഈ ഒരു സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം US ഡൊണാൾഡ് ട്രംപ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗുണം ചെയ്യുന്ന വിഷയമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോ രാജ്യങ്ങളും അവരുടെ താല്പര്യം അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഇതേപോലെ കഴിഞ്ഞ തവണ ട്രംപ് വന്നിരുന്ന സമയത്ത് പാകിസ്ഥാനുള്ള എല്ലാ എയ്ഡുകളും നിർത്തിവെച്ചിരുന്നു. പക്ഷേ ജോ ബൈഡൻ വന്നിട്ട് എന്താണ് ചെയ്തത്? 2022 സെപ്റ്റംബറിൽ ഇതേപോലെ 450 മില്യന്റെ ബഡ്ജറ്റ് ഇട്ട് ഇതുപോലെ പാകിസ്ഥാനിന് ഈ ഒരു F-16 പേരും പറഞ്ഞിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഈ കാലാകാലങ്ങളിൽ മാറി വരുന്ന സർക്കാർ ഇതേപോലെ ഈ പാകിസ്ഥാൻ, ഈ തീവ്രവാദം വളർത്തുന്ന ഈ രാജ്യത്തിനെ ഇങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ വളരെ സ്ട്രെങ്തൻ ചെയ്ത് അമേരിക്കയോട് മാത്രം കൊണ്ടുപോയി നിർത്താൻ പറ്റുന്നത്? ഒരിക്കലും പറ്റത്തില്ല. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലുള്ള ഡിപ്ലോമാറ്റ്സ് കൃത്യമായിട്ട് റഷ്യയും അമേരിക്കയും ഫ്രാൻസും ഇറ്റലിയും ഇതേപോലെയൊക്കെ ഒരു പരിധി വരെ നമ്മൾ ഒരു വൈബ്രന്റ് ആയിട്ട് ഒരു മൾട്ടിപോളർ അലയൻസ് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്. ഇതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം. ഇന്ത്യ എടുക്കുന്ന നിലപാട് എപ്പോഴും വളരെ വ്യക്തമാണ്. കാര്യം ഇവരുടെ മുൻകാല എക്സ്പീരിയൻസ് നമ്മുടെ അടുത്തുണ്ട്. അല്ലെ, ഇന്ന് നമ്മുടെ അടുത്ത് ട്രംപ് ഷേക്ക് ഹാൻഡ് ചെയ്തു അല്ലെങ്കിൽ ഹഗ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൂടുതലും നമ്മുടെ പോളിസി മാറ്റിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഉൾപ്പെടുത്തിയത്. ഈ വിഷയം ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് സംസാരിക്കാനുള്ള കാരണം അത് തന്നെയാണ്. ഇതിലുപരിയായിട്ട് ഈ ഒരു F-16 നന്നാക്കാം എന്നുള്ളത് ഈ ഒരു F-16 സെയിൽ എഗ്രിമെന്റിൽ തന്നെ ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നു എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ തവണ ഭരിച്ചിരുന്ന സമയത്തും ഇതേ സെയിൽ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ട്രംപിന് ഈ ഒരു എഗ്രിമെന്റ് ബാധകമല്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്തുകൊണ്ടോ ബാധകമാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യം, ഒരു കാര്യം മനസ്സിലാക്കൂ, ഈ ഇന്ത്യ ചർച്ച നടത്തിയിരിക്കുകയാണ്. അതായത് ഇന്ത്യ പൂഞ്ച് സെക്ടറിൽ വെച്ചിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കെതിരെ തുടരെ ആക്രമണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഒരാഴ്ച ഇതാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും ഒരു ഗ്ലോബൽ ലീഡർ എന്നുള്ള നിലയിൽ ട്രംപ് ഇത് അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു F-16 നന്നാക്കാനുള്ള ഒരു ഫണ്ട് പാസ്സാക്കി കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇവർ ഇത് ഉന്നയിക്കുന്നത് ഹക്കാനി അതേപോലെ തന്നെ ഈ ഒരു താലിബാന്റെ ഗ്രൂപ്പിനെതിരെ പൊരുതാൻ വേണ്ടിയിട്ടാണ്, തീവ്രവാദത്തിനെതിരെ പിന്നെ പാകിസ്ഥാന് പിടിച്ചു നിൽക്കണം എന്നുള്ള നിലയിലാണ്. അതിലുപരിയായിട്ട് ഏറ്റവും കൂടുതൽ പ്രഷർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ ഉള്ളിൽ ഇപ്പോഴത്തെ അവസ്ഥ അത്ര ശരിയല്ല. കാര്യം ഈ ഒരു ബലൂചിസ്ഥാൻ മേഖലയിലും അതേപോലെ ഈ ഒരു ഖൈബർ പഖ്തൂൺവ ഭാഗത്തു നിന്നും രണ്ട് സൈഡിൽ നിന്നുമുള്ള ഈ ഒരു TTP ഉൾപ്പെടെയുള്ള തെഹ്രീക്ക് താലിബാൻ ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്ന് രണ്ട് തരത്തിലും PLA പിന്നെ TTP ഈ ഒരു രണ്ട് സൈഡിൽ നിന്നും പാകിസ്ഥാനെ നല്ല രീതിയിൽ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നേരത്തും പാകിസ്ഥാന് ഒരു മൂന്നായിട്ട് പിളരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാന്റെ സൈഡിൽ നിന്ന് PLAക്കും TTPക്കും നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വിരണ്ടടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അവർ റിക്വസ്റ്റ് ചെയ്തില്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ F-16 നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് പാസ്സായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ട്രംപിന്റെ ഇത്തവണത്തെ ഒരു നയം പാകിസ്ഥാനുമായിട്ട് ഒരു ചേഞ്ച് ഓവർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുകൊണ്ട് ഇന്ത്യ കുറച്ച് ഇത് ഗവനിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഇന്ത്യ കുറച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, അമേരിക്ക ഏത് നേരത്തെ ഏത് ഡിസിഷൻ എടുക്കുമെന്നുള്ള നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിഷയമാണ്. അപ്പൊ അപ്രതീക്ഷിതമായിട്ട് ചില തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ വരും. അത് ഇന്ത്യക്കും കൂടെ നെഗറ്റീവായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ട്രംപ് പൊസിഷനിൽ വന്ന ഉടനെ നെതന്യാഹുവിനെ കണ്ടു, അതുപോലെ പിന്നെ ജോർദാൻ രാജാവിനെ കണ്ടു, അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ മോദിയെ കണ്ടു. ഇതൊക്കെ പോപ്പുലേറ്റഡ് കൺട്രി, ഒരുപാട് ബിസിനസ് സാധ്യതയുള്ള കൺട്രി എന്നുള്ള നിലയിലൊക്കെ ആൾക്കാർക്ക് ഒരുപാട് നോട്ടമുള്ള രാജ്യമാണ് ഇന്ത്യ. അതിലുപരിയായിട്ട് നമ്മൾ കൂടുതൽ അങ്ങ് ഒരുപാട് ജ്വല്ലറി വെച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പോപ്പുലേഷൻ ഡെമോഗ്രഫി, ഒരു വലിയ മാർക്കറ്റ്, ഒരു ഹ്യൂജ് മാർക്കറ്റ്, എന്തിട്ടാലും വിറ്റുപോകുന്ന ഒരു മാർക്കറ്റ് അവിടെ ഉണ്ട്. ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡോമിനേഷൻ ആയിട്ട് കരുതാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് പല രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഇന്ത്യൻ ഡയസ്പൊറ, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഫാക്ടറുകളിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഒരു ഇന്ത്യൻ ഡയസ്പൊറ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് രാജ്യങ്ങളിൽ നല്ല രീതിയിലുള്ള ഡോമിനൻസും ഇൻഫ്ലുവൻസും ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ തന്നെ പല രാജ്യങ്ങളുടെയും നാഷണാലിറ്റി ഒക്കെ മേടിച്ച് ഇന്ത്യൻസ്, അതായത് ഇന്ത്യൻ ഒറിജിൻ നാഷണൽ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ സപ്പോർട്ടും നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ പാകിസ്ഥാൻ ഒരു എക്സ്പെക്ടേഷൻസ് വന്നിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററെ ഒരു രീതിയിലും അവിടെ ക്ഷണിച്ചിട്ടില്ല. പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഇതുവരെ പോയി ട്രംപിനെ കണ്ടിട്ടില്ല, ഇതൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ അവർക്ക് നടക്കേണ്ട കാര്യം നടന്നു. അവർക്ക് F-16 നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് പാസ്സായി. ഇതൊക്കെ വലിയ സംഗതിയാണ്. അങ്ങനെ അമേരിക്ക ഒരു ഫ്ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ഈ സർവീസ് ഒക്കെ ഇത്ര എളുപ്പത്തിൽ നടത്തി കൊടുക്കുന്ന ഒരു രാജ്യമല്ല. പക്ഷെ അവർക്ക് ഇത് പാസ്സായി എന്നുള്ളത് വലിയ സംഭവമാണ്. അപ്പൊ എന്തായാലും ഇന്ത്യ ഇതിനെ വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെയാണ് നോക്കി കാണേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.